കേരളത്തിന്റെ മികവുകളും സാധ്യതകളും തേടി ഇതാ ലോകത്തിന്റെ കണ്ണുകളെല്ലാം കൊച്ചിയിലേക്ക് തങ്ങി നിൽക്കുന്നു. സംസ്ഥാനം കാത്തിരുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് തുടക്കമായി. ആദ്യ ദിനം തന്നെ 10,000-കണക്കിന് കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യം ഉറപ്പായത്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ അടിമുടി മാറുമെന്ന കാര്യം ഉറപ്പായി. മറ്റ് ലോകരാജ്യങ്ങളോട് കിടപിടിക്കാൻ തരത്തിൽ കേരളത്തിലെ വികസന സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി മുൻനിരയിലേക്ക് ഉയർന്നു വരാൻ ഇതോടെ കേരളത്തിന് കഴിയും. കേരളത്തിലെ മണ്ണിന് അനുയോജ്യമായ വികസന സാധ്യതകൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുത്താമെന്നും അതിനു വേണ്ട സാമ്പത്തിക ബലം എത്രയാണ് എന്നും ഉച്ചകോടിയിലൂടെ കണ്ടെത്താനും അതിലേക്ക് നിക്ഷേപകരെ കണ്ടെത്തി വികസനം പൂർണ്ണമാക്കാനും കേരളത്തിന് ഒന്നാം ദിവസം തന്നെ കഴിഞ്ഞു എന്നത് വളരെ വലിയ മുന്നേറ്റമാണ്. ഇനി കേരളത്തിന് വ്യവസായ മുന്നേറ്റങ്ങളിലൂടെയുള്ള മാറ്റത്തിന്റെ കാലമാണ്. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചവരൊക്കെ മിണ്ടാട്ടം മുട്ടിയ മട്ടാണ് ഇതോടെ. കേരളത്തിന്റെ വാതായനങ്ങൾ സമഗ്ര വികസനത്തിലേക്കും തൊഴിൽ സാധ്യതകളിലേക്കും തുറക്കാൻ ഇതൊരു വലിയ കാരണമാകും. വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലെത്തുന്നതോടെ കേരളത്തിന്റെ തൊഴിൽ സാധ്യതകളും അഭൂതപൂർവമായ വളർച്ചയിലെത്തും. കാലാകാലങ്ങളായി കേരളം നേരിട്ടുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിനും ഇതോടെ പരിഹാരമാവുകയാണ്. തൊഴിൽ സാധ്യതകൾ തേടി അന്യനാടുകളിലേക്ക് നാടും വീടും വിട്ടു ചേക്കേറുന്ന നിസ്സഹായത ഇതോടെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. അതിനു പുറമെ വിദ്യാഭ്യാസത്തിലും ബുദ്ധിപരമായും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ തലമുറയുടെ ചിന്താശേഷി അന്യനാടുകൾക്ക് വിറ്റ് അവരുടെ വികസനം സാധ്യമാക്കുന്നതിന് പകരം സ്വന്തം നാടിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്താനും ഇതിലൂടെ കഴിയും. 26 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3000-ഓളം സംരംഭകരാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജർമ്മനി, വിയറ്റ്നാം, നോർവ, ഓസ്ട്രേലിയ, മലേഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇൻവെസ്റ്റ് കേരളയുടെ പങ്കാളി രാജ്യങ്ങളാണ്. ഇവിടെ നിന്നുള്ള പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടക്കും. കേന്ദ്രമന്ത്രിമാരും UAE, ബഹ്റൈൻ മന്ത്രിമാരും വ്യവസായ വാണിജ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവാകുന്ന 2 ദിവസത്തെ ഉച്ചകോടിക്ക് ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദി. പ്രത്യേക കൂടിക്കാഴ്ചകൾ, ബിസിനസ് സെഷനുകൾ, അവതരണങ്ങൾ എന്നിവ നടക്കും. പൊതു സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അണിനിരത്തുന്ന പ്രദർശനവുമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷനായി. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വീഡിയോ സന്ദേശത്തിലൂടെ ആശംസ അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൗധരി, UAE സാമ്പത്തിക കാര്യ മന്ത്രി അബ്ദുള്ള ബിൻ തുഖ് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൽ ഫക്രു, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, ITC ലിമിറ്റഡ് ചെയർമാൻ സഞ്ജീവ് പുരി, അദാനി പോർട്ട് മാനേജ്മെന്റ് ഡയറക്ടർ കരൺ അദാനി, പ്രതിപക്ഷ നേതാവ് VT സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് തുടങ്ങിയവർ മേളയിൽ സംസാരിച്ചു. കുംഭമേളയുടെ മലിനജലത്തിൽ പാവപ്പെട്ട ജനങ്ങളെ കുളിപ്പിച്ച് അത്ഭുതം കാണിക്കാമെന്ന് മോദി കപട വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യയെ വൻ ശക്തികൾക്ക് വിറ്റഴിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം രാജ്യങ്ങളെ കേരളത്തിന്റെ വികസന സാധ്യതകളെ പരിചയപ്പെടുത്തി മുന്നേറാനുള്ള പാതയിലാണ്. മോദി ഇനിയെങ്കിലും പിണറായിയെ കണ്ട് പഠിക്കട്ടെ.